ചൂരൽമല ദുരന്തം. അപ്പോൾ ഏകദേശം ഒരു 1 ഇയറോളം ആയി. പക്ഷെ എന്നാൽ പോലും അവിടെ ഇതുവരെ ഞാനൊന്നും പോയിട്ടില്ല. പക്ഷേ യാദൃശ്ചികമായി ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഒരു ദുരവസ്ഥ എത്രത്തോളം ഹെവി ആയിരുന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ അത് കഴിഞ്ഞ പാടെ തന്നെ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് ഞാൻ പോകുമായിരുന്നു. എന്തായാലും എന്താന്നുള്ള ഒരു ആ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂറുണ്ട് അങ്ങോട്ടേക്ക്. അവിടത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റുമോ അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ മേല. പക്ഷെ പോയിട്ട് എന്താന്നുള്ള സംഭവം ഞാൻ ഇതിനകത്ത് മാക്സിമം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പിന്നെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ പാൽച്ചുരം റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. ഒരുപാട് ദുരൂഹത നിറഞ്ഞൊരു വഴിയാണത്. ഏത് നിമിഷം വേണമെങ്കിൽ കല്ലും കാര്യങ്ങളെല്ലാം ഇടിഞ്ഞ് താഴെ വീഴും. ആ റോഡിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളിത് മാനന്തവാടി ടൗണിൽ കൂടെ പോവുക. മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്, കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട്. അങ്ങനെ ഇത് പിന്നെ നമ്മുടെ ഓൾവേസ് നമ്മുടെ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂട്ടുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ വണ്ടിയാണ് ഏഞ്ചൽ. അതിനില്ലാണ്ടൊരു പരിപാടിയില്ല. അപ്പോൾ അഗെയിൻ നമ്മളത് കുടിച്ചിട്ട് നമ്മൾ പിന്നെ റിപ്പീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മഴ തൂളുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യനുണ്ട്. അപ്പം രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഇതാണ്. കോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മഴ തുടങ്ങി. ശുഭം. ഈ ഒരു സമയത്തൊക്കെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലയൊക്കെ വീണിട്ട്, ഇപ്പോൾ ഫസ്റ്റ് മഴയാണെങ്കിൽ ഈ ഇലയൊക്കെ വീണിട്ട് വളരെയധികം തെന്നിക്കിടക്കുന്ന ഒരു ഈ സൈഡിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ വീണോളൂ. ആ ഒരു സെറ്റപ്പ്. നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഒരു ആക്റ്റീവ് അങ്ങനെ മറിഞ്ഞ് വീണായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് കിട്ടത്തില്ല. കാരണം ഈ ചെളിയും ഒരു ഇലേൻ്റെ ഒരു തെന്നലും എല്ലാം കൂടെ ആയിട്ട്. അപ്പം ബി കെയർഫുൾ. എല്ലാവരും മഴയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കണം.